നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയന്ത്രണം വിട്ട ബൈക്ക് ബസിനടിയിലേക്ക് തെന്നി വീണ യുവാവിന് ദാരുണാന്ത്യം. പൂവത്തൂർ രായമരയ്ക്കാർ വീട്ടിൽ അബ്ദുമോന്റെ മകൻ മുഹമ്മദ് സഫറാണ് മരിച്ചത്. അപകട കാരണം അമിത വേഗത. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് സംബന്ധിച്ച് ഗുരുവായൂർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ PWD റസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു. പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ ജില്ലാ കളക്ടറോട് തുടർ നടപടികൾ സ്വീകരിക്കാൻ എംഎൽഎയുടെ നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ സന്ദേശം നൽകി ജനങ്ങൾക്കിടയിൽ ആശങ്ക പരത്തിയ 5 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. BJPയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ MP-യായ സുരേഷ് ഗോപി 3ാം മോദി സർക്കാരിൽ മന്ത്രിയാകും. കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചതായാണ് സൂചന. 3ാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും. അതേസമയം 2ാം മന്ത്രിസഭയിലെ പലരും ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് നെഗറ്റീവ് ആവുമെന്നായിരുന്നു ദില്ലിയിലെത്തിയ സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഒരുപാട് പേരെ വിളിച്ചുപദേശിച്ചുവെന്നും എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാ അംഗമെന്ന നിലയിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ വേണമെന്ന് കേന്ദ്ര നേതൃത്വമാണ് നിർദ്ദേശിച്ചത്. 2 വർഷത്തേക്ക് സിനിമകളിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടെന്നും അതിന് കേന്ദ്രമന്ത്രിസ്ഥാനം തടസ്സമാകുമോ എന്ന ആശങ്കയും സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ മോദിക്കൊപ്പം ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്ന ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. ഏത് വകുപ്പാണെന്നതടക്കം വൈകാതെ പ്രഖ്യാപിക്കും. മോദിക്കൊപ്പം 50ഓളം മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതാണ് നിലവിൽ പരിഗണനയിലുള്ളത്. തൃശൂരിൽ നിന്ന് 70,000-ലേറെ വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി ചരിത്രവിജയം നേടിയത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസിനടിയിലേക്ക് തെന്നി വീണ് യുവാവിന് ദാരുണാന്ത്യം. പൂവത്തൂർ രായമരയ്ക്കാർ വീട്ടിൽ അബ്ദുമോന്റെ മകൻ മുഹമ്മദ് സഫറാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു അപകടം. പൂവത്തൂർ പറപ്പൂർ റോഡിലെ തിരിവിൽ അമിതവേഗതയിലെത്തിയ സ്കൂട്ടറിൽ നിന്ന് സഫർ ബസിനടിയിലേക്ക് വീഴുകയായിരുന്നു. യുവാവിന്റെ ദേഹത്തുകൂടി ബസിന്റെ പിൻചക്രം കയറിയിറങ്ങിയതിനെ തുടർന്ന് സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി ഏനമാവ് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിനടിയിലേക്കാണ് സ്കൂട്ടറിൽ നിന്നും യുവാവ് തെറിച്ചു വീണത്. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. തൃശൂർ അമല ആശുപത്രിയിലെത്തിച്ച മൃതദേഹം പാവറട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ മൃതദേഹം പണ്ടാർക്കാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. വിസ്ഡം കോളേജിലെ +2 വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് സഫർ. മഫിദയാണ് മാതാവ്, ജിസ്മി സഹോദരിയാണ്. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് സംബന്ധിച്ച് ഗുരുവായൂർ MLAയുടെ അധ്യക്ഷതയിൽ PWD റസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു. വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മുറിയുന്നതിനാൽ കുടിവെള്ള വിതരണം നിലയ്ക്കൽ, റോഡുകളുടെ ശോചനീയാവസ്ഥ എന്നിവ സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചാവക്കാട്, കടപ്പുറം, ഒരുമനിയൂർ, ഏങ്ങണ്ടിയൂർ മേഖലയിൽ ആഴ്ചകളോളം കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ അറിയിച്ചു. ദേശീയപാത നിർമ്മിക്കുന്ന കാനയിൽ നിന്നും വെള്ളമൊഴുകിപ്പോകാത്ത സാഹചര്യമുള്ളതിനാൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നുവെന്നും ശാശ്വത പരിഹാരം കാണണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കനോലി കനാലിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ബണ്ട് നിർമ്മിക്കുകയും മൺസൂണിന് മുമ്പ് ബണ്ട് പൊളിക്കാത്തതാണ് കനാൽ നിറഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായതെന്നും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയെന്നും MLA യോഗത്തിൽ അറിയിച്ചു. പുഴയിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് ജലത്തിന്റെ ഒഴുക്ക് സാധാരണ നിലയിലേക്കാക്കുന്നതിന് ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർക്ക് MLA നിർദ്ദേശം നൽകി. കടപ്പുറം, ചാവക്കാട് നഗരസഭാ പ്രദേശങ്ങളിൽ താമസിക്കുന്ന നാഷണൽ ഹൈവേ നിർമ്മാണം മൂലം ഒറ്റപ്പെട്ടുപോയ 8 കുടുംബങ്ങൾക്ക് റാമ്പ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് കർശന നിർദ്ദേശം നൽകി. നാഷണൽ ഹൈവേയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വെള്ളി, തിങ്കൾ ദിവസങ്ങളിലായി പുന്നയൂർകുളം, പുന്നയൂർ, ചാവക്കാട്, ഒരുമനിയൂർ, ഏങ്ങണ്ടിയൂർ പ്രദേശങ്ങൾ നാഷണൽ ഹൈവേ, പൊതുമരാമത്ത്, പഞ്ചായത്ത് എന്നിവയിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് തീരുമാനമായി. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി കുടിവെള്ള പൈപ്പ് ലൈനുകൾ പൊട്ടുന്ന സാഹചര്യത്തിൽ കുടിവെള്ള വിതരണത്തിന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതിന് കരാർ കമ്പനിക്ക് കർശന നിർദ്ദേശം നൽകി. പൊട്ടുന്ന കുടിവെള്ള പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ കരാർ കമ്പനി വീഴ്ച വരുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഡെപ്യൂട്ടി കളക്ടറോട് MLA ആവശ്യപ്പെട്ടു.
ഏങ്ങണ്ടിയൂരിലെ പഠന ഭാഗത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് നാളെ മുതൽ പുതിയ പൈപ്പ് ലൈൻ വലിക്കുന്ന നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. NH ഡെപ്യൂട്ടി കളക്ടർ വിഭൂഷൺ, ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ, വിജിത സന്തോഷ്, TV സുരേന്ദ്രൻ, സാലിഹ ഷൗക്കത്തലി, നഗരസഭയിലെയും പഞ്ചായത്തിലെയും സെക്രട്ടറിമാർ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, സ്പെഷ്യൽ LA, ചാവക്കാട് താലൂക്ക് എന്നിവയിലെ തഹസിൽദാർമാർ, KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, നാഷണൽ ഹൈവേ ലൈസൺ ഓഫീസർ, കരാർ കമ്പനി പ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ MLA അതൃപ്തി അറിയിച്ചു. ജില്ലാ കളക്ടറോട് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകി. CCTV ന്യൂസ്, ചാവക്കാട്. പുന്നേർകുളം പഞ്ചായത്ത് 15-ാം വാർഡിൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരും PWD തൃശൂർ സബ് ഡിവിഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. മൺസൂൺ എത്തുന്നതിന് മുമ്പുണ്ടായ ചെറിയ മഴയിൽ പോലും അൽ അമീൻ റോഡ്, AKG റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിരുന്നു. ദേശീയപാത അധികൃതർ അശാസ്ത്രീയമായാണ് ഇരുവശങ്ങളിലുമുള്ള കാനകൾ നിർമ്മിച്ചിട്ടുള്ളത്. കാനകളിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളത്തിന് മറ്റു ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടാനുള്ള യാതൊരു സൗകര്യവും ചെയ്തിട്ടില്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് NK അക്ബർ MLA ഇടപെട്ടാണ് ഉദ്യോഗസ്ഥരോട് സ്ഥലം സന്ദർശിച്ച് പരിഹാരം കാണാൻ നിർദ്ദേശിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും പ്രശ്നപരിഹാരത്തിനായി കാനകൾ വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും തുടർന്നും വെള്ളക്കെട്ടുണ്ടാവുകയാണെങ്കിൽ മന്നലാങ്കുന്ന് കൊച്ചന്നൂർ PWD റോഡരികിലൂടെ പുതുതായി കാന ഉണ്ടാക്കി വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കിവിടാനുള്ള സംവിധാനമൊരുക്കുമെന്നും പറഞ്ഞു. റോഡ് പൊളിച്ച് കാന നിർമ്മിക്കാനുള്ള അനുവാദം PWD നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാർഡ് മെമ്പർ ആലത്തേൽ മൂസ, PWD തൃശൂർ മെയിൻ്റനൻസ് റോഡ് വിഭാഗം സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബബിത, ഓവർസിയർ സിറാജ്, ചാവക്കാട് AE സജിത്, ദേശീയപാത ഡെപ്യൂട്ടി പ്രൊജക്ട് എഞ്ചിനീയർ മണിലാൽ യാദവ്, സൈറ്റ് എഞ്ചിനീയർ ധർമ്മേന്ദ്രൻ, ജോൺ തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് സ്ഥലം സന്ദർശിച്ചത്. നാട്ടുകാരും അവരുടെ വിഷമങ്ങൾ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുന്നതിനായി സ്ഥലത്ത് ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പുന്നേർകുളം. ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വൈദ്യുതി പോസ്റ്റിലേക്ക് വീണു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് പെഞ്ഞാമുക്ക് കരിച്ചാൽ റോഡിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ നെല്ലിമരം വൈദ്യുതി കമ്പികളിലേക്ക് വീണത്. ഇതോടെ മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വാർഡ് മെമ്പർ രാജി സോമൻ അറിയിച്ചതിനെ തുടർന്ന് KCB ജീവനക്കാരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് ജീവനക്കാരെത്തി മരം മുറിച്ചുമാറ്റി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത്. പുന്നേർകുളം കൃഷിഭവൻ ഓഫീസിന് മുന്നിൽ കർഷകർ തിങ്കളാഴ്ച മുതൽ സത്യാഗ്രഹ സമരം ആരംഭിക്കും. മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് ലഭിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. വിളവെടുപ്പ് കഴിഞ്ഞ് വിളവ് സംഭരണം നടത്തിയാൽ പലിശയ്ക്കെടുത്തും സ്വർണ്ണപ്പണയം വെച്ചും നടത്തിയ കടം നികത്താൻ കഴിയും എന്നായിരുന്നു കർഷകരുടെ ചിന്ത. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഉപ്പങ്ങൽ പരൂർ പടവ് കർഷകർക്ക് നെല്ല് സംഭരിച്ച ഇനത്തിൽ 5.5 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. സാധാരണ ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടാറുള്ള പണമാണ് മാസങ്ങളായിട്ടും മുടങ്ങിക്കിടക്കുന്നത്. ഇതുമൂലം പല കർഷകരും വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഈ സാഹചര്യത്തിലാണ് കർഷകർ പുന്നേർകുളം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവന് മുൻപിൽ സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സംഭരിച്ച നെല്ലിന്റെ മുഴുവൻ തുകയും കർഷകർക്ക് വിതരണം ചെയ്യുക, കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത് എന്ന് ഭാരവാഹികൾ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നേർകുളം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ സന്ദേശം നൽകി ജനങ്ങൾക്കിടയിൽ ആശങ്ക പരത്തിയ 5 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്നേനി, കടിക്കാട് എന്നീ പ്രദേശങ്ങളിൽ അക്രമങ്ങൾ നടക്കുന്നു എന്ന സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടത്തിയ കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് 100ഓളം സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ സൈബർ സെൽ അന്വേഷണം നടത്തിവരികയാണെന്നും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും വടക്കേക്കാട് SHO R ബിനു അറിയിച്ചു. ഇത്തരത്തിലുള്ള സന്ദേശങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയ ശേഷം മാത്രമേ പ്രചരിപ്പിക്കാവൂ എന്നും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും SHO പറഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ പദ്ധതി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെയും എരുമപ്പെട്ടി പഞ്ചായത്തിലെയും സ്ട്രീറ്റ് മെയിൻ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് മുഴുവൻ നൽകിയിട്ടും 17 കിലോമീറ്ററോളം ദൂരം കടങ്ങോട് പഞ്ചായത്തിൽ ഇനിയും പൂർത്തീകരിക്കാനുണ്ടെന്നും എത്രയും വേഗത്തിൽ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി BJP മുന്നോട്ട് വരുമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് VM സുരേന്ദ്രൻ അറിയിച്ചു.
BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MB ധനീഷ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രാജേഷ് എയ്യാൽ, സെക്രട്ടറി സനൂപ് കുടക്കുഴി, മണ്ഡലം കമ്മിറ്റി അംഗം ബിനു ഇടുക്കാട്ട്, യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട്, BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു, ഷാജി ചിറമനേങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പാടശേഖര സമിതി ഭാരവാഹികൾ യോഗം ചേർന്നു. P. മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രണ്ടാം വിളയ്ക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്ത ചാലിശ്ശേരി കൃഷി ഓഫീസറുടെ നിലപാടിൽ യോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. കൃഷി ഓഫീസർ അടിയന്തരമായി യോഗം വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും കുളത്താണിത്താഴം പാടശേഖരത്തിലെ കർഷകരുടെ PRSലെ ദുരൂഹത പരിഹരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി PB സുനിൽകുമാർ പ്രസിഡന്റ്, P. മോഹനൻ സെക്രട്ടറി, അബ്ദുൾ ജലീൽ ഗജാഞ്ചി വൈസ് പ്രസിഡന്റായി ഋഷഭദേവനെയും ജോയിന്റ് സെക്രട്ടറിയായി പ്രദീപ് മൂലക്കാട്ടിനെയും തെരഞ്ഞെടുത്തു. കുട്ടാടൻ പാടശേഖരം കോൾനിലം പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പുന്നയൂർ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ പ്രദേശത്ത് 250 ഹെക്ടർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുട്ടാടൻ പാടശേഖരം കാലവർഷത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ കനോലി കനാലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് മൂലം ഒരുപ്പു കൃഷി മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. കുട്ടാടൻ പാടത്തുള്ള തോടുകൾ വിപുലപ്പെടുത്തി ജലസേചനം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ കുട്ടാടൻ പാടശേഖരം ഇരുപ്പുനിലങ്ങളായി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നും നെല്ലുൽപാദനം ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നും കർഷകർ പറയുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ പ്രമേയം അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീം അഷ്റഫ് പ്രമേയത്തെ പിന്താങ്ങി. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 110ാം ശ്രാദ്ധാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 15,000 പേർക്കുള്ള സദ്യയും 10,000 പേർക്കുള്ള നേർച്ച പാക്കറ്റുകളുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് അനുഗ്രഹം ലഭിച്ചവരുടെ സംഗമവും വിവാഹത്തിന്റെ 10, 25, 50 വർഷം പൂർത്തിയാക്കിയവരുടെ സംഗമവും തുടർന്ന് ദിവ്യബലിയും നടന്നു. ശ്രാദ്ധദിനമായ ശനിയാഴ്ച രാവിലെ 6-നും 7-നും ദിവ്യബലി, 10-ന് അനുസ്മരണ ബലി, സന്ദേശം, കബറിടത്തിൽ ഒപ്പീസ്, അന്യത എന്നിവ ഉണ്ടായിരിക്കും. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഡേവിസ് പനയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ശ്രാദ്ധസദ്യ വെഞ്ചിരിപ്പും കുട്ടികൾക്കുള്ള ചോറൂൺ കർമ്മം അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കലും നിർവഹിക്കും. ശ്രാദ്ധദിനത്തിൽ ഇടവക അതിർത്തിയിലെ 6 ആശുപത്രികളിലായി 200 ഡയാലിസിസ് സൗജന്യമായി ചെയ്തു നൽകും. ഇതിനായി UAE കോട്ടപ്പടി പ്രവാസി കൂട്ടായ്മ 1 ലക്ഷം രൂപ സംഭാവന നൽകി. ചടങ്ങുകൾക്ക് ജനറൽ കൺവീനർ ലിൻഡോ ചാക്കോ, ഫുഡ് കൺവീനർ ജോബി വാഴപ്പള്ളി, VC സണ്ണി കോട്ടേക്കാലി, VK ബാബു, ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ, ഡെയ്സൺ പഴുന്നാന, MF വിൻസെന്റ്, PRO ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ഗുരുവായൂർ. കരിക്കാട് ചോല ഭാഗത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ആഴ്ചകൾക്ക് മുൻപാണ് പൈപ്പിൽ നിന്നും ചോർച്ച തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ജീവനക്കാർ വന്ന് പരിശോധിച്ചെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായില്ല. ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് പാഴായി പോകുന്നത്. പൈപ്പ് ചോർച്ചയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുമ്പിലാവ് യൂണിറ്റ് വാർഷിക യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് KT ജോർജ് കുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം സമിതി മണ്ഡലം കൺവീനർ സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ചർച്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ യൂണിറ്റ് പ്രസിഡന്റായി KH ഷാജി, സെക്രട്ടറി യൂനസ് ഒറുവിലിനെയും ഗജാഞ്ചിയായി അബ്ദുൾ ഗനിയെയും തെരഞ്ഞെടുത്തു. സമിതി അംഗങ്ങളായ KB ശ്രീകാന്ത്, ഡോക്ടർ ജോയ്, തോമസ്, രഞ്ജി, MP ഫൈസൽ, അലി എന്നിവർ സംസാരിച്ചു. CPMന്റെ തലമുതിർന്ന നേതാവായ KS ശങ്കരനെ അനുസ്മരിച്ച് വേലൂർ കാരിങ്ങൽ ഓഡിറ്റോറിയത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം നടന്നു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി, കുന്നംകുളം MLA AC മൊയ്തീൻ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് PP ശിദാസ്, PP രാമചന്ദ്രൻ, BJPയെ പ്രതിനിധീകരിച്ച് അശോകൻ മമ്പറമ്പിൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരള ബാർ കൌൺസിൽ ഭരണം അട്ടിമറിച്ച് നോമിനേറ്റഡ് ഭാരവാഹികളെ നിയമിച്ചതിനെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ചാവക്കാട് കോടതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സംഘപരിവാർ നേതൃത്വത്തിലുള്ള കേന്ദ്ര ബാർ കൌൺസിലിന്റെ സംഘപരിവാർ അജണ്ട സംസ്ഥാന ബാർ കൌൺസിലുകളിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. യൂണിയൻ ചാവക്കാട് കോടതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് കോടതി കവാടത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം മുൻ ബാർ കൌൺസിലർ ട്രഷറർ അഡ്വക്കേറ്റ് KK നാസർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രജിത് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KP അജയകുമാർ, അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ്, അഡ്വക്കേറ്റ് KK സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു.
കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും തെങ്ങിൻ തൈകൾ 50% സബ്സിഡിയിൽ വിതരണം ചെയ്തു. കൽപ്പവണ്ടി 2024 എന്ന പേരിൽ വാർഡുകൾ തോറും കർഷകർക്ക് തെങ്ങ് പരിപാലന രീതികളെക്കുറിച്ച് അവബോധം നൽകി 2 ദിവസം നീണ്ടുനിന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ, കൌൺസിലർ ലബീബ് ഹസൻ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ കൃഷി ഓഫീസർ എസ് ജയൻ വാർഡ് തലത്തിൽ തെങ്ങ് കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കൃഷി ഉദ്യോഗസ്ഥരായ YS അനിൽകുമാർ, സ്നേഹ വി ജോസ്, കർഷകരായ രാജൻ, ബാലൻ എന്നിവർ ക്യാമ്പയിന് നേതൃത്വം നൽകി. ഗവൺമെന്റ് ഫാമുകളിൽ ഉൽപ്പാദിപ്പിച്ച രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള തൈകളാണ് നൽകിയത്. പിറന്നാൾ ദിനത്തിൽ സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകി മകളുടെ ആഗ്രഹം സാധിച്ച് മാതാപിതാക്കൾ. ഇരട്ടപ്പുഴ ചക്കാണ്ടൻ അശോകൻ മേഘ ദമ്പതികളുടെ മകളായ അവന്തികയുടെ 6ാം പിറന്നാൾ ദിനത്തിലാണ് മകൾ പഠിക്കുന്ന ബ്ലാങ്ങാട് PVM ALP സ്കൂളിലെ 600ഓളം കുട്ടികൾക്കും അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും സദ്യ നൽകി സ്കൂളിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചത്. ബ്ലാങ്ങാട് സ്വദേശിയായ അശോകൻ ശ്രീനാരായണപുരത്തെ AKS കേറ്ററിംഗ് സർവീസിലെ തൊഴിലാളി കൂടിയാണ്. ഇതേ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരാധ്യ അടക്കം 2 പെൺകുട്ടികളുമായി ഇരട്ടപ്പുഴയിലെ വാടക വീട്ടിലാണ് താമസം. നിർധന കുടുംബാംഗമായിരുന്നിട്ടും സൽപ്രവൃത്തി ചെയ്ത ഇവരെ പ്രധാനാധ്യാപിക ഷീബ വർഗീസ്, PTA പ്രസിഡന്റ് രാജി രതീഷ്, മാതൃസംഘം പ്രസിഡന്റ് തമന്ന എന്നിവർ അനുമോദിച്ചു. പിറന്നാൾ സദ്യ നടത്തി സ്കൂളിൽ 5 തരം കറിയും പായസവും ആ ഒരു സദ്യ നടത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. പിന്നെ മക്കളെ കയ്യിലേറെ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയുടെ പേരിൽ ചേച്ചിക്കും അങ്ങനെ നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾ നടത്തി. ടീച്ചേഴ്സും സപ്പോർട്ടാണ് കേട്ടോ. ടീച്ചർ കാറ്ററിംഗ് തൊഴിലാളിയാണ്. അപ്പോൾ അവിടെ ഓഫീസിൽ സംസാരിച്ചു, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് സംസാരിച്ചപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തു. ആള് പറഞ്ഞോടുകൂടി സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു തരാന്നായിരുന്നു. അങ്ങനെ ചെയ്തു. അവര് കൂടെ സഹായിച്ച അടിപൊളിയായി. പിന്നെ ഞങ്ങള് പ്രധാനമായിട്ടും ഇത് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഭംഗിയാക്കുന്നു. പ്രീ പ്രൈമറി യുഗത്തിലും മികവിന്റെ കേന്ദ്രമാവുകയാണ് പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണൂരിൽ പ്രവർത്തിക്കുന്ന അമ്പിളി മഹിളാ സമാജം അങ്കണവാടി. ചെറിയൊരു പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുമ്പോഴും ബ്ലോക്കിലെ തന്നെ ഏറ്റവും കൂടുതൽ കുരുന്നുകൾ എത്തുന്ന അങ്കണവാടികളിൽ ഒന്നാണ് അമ്പിളി മഹിളാ സമാജം അങ്കണവാടി. 35 കുട്ടികൾ വരെ ഇവിടെ ഒരേ സമയം അധ്യയനത്തിന് എത്തിയിരുന്നു. മികവിന്റെ കേന്ദ്രമായി തുടരുമ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന പോരായ്മ കഴിഞ്ഞ വർഷം പഞ്ചായത്തിന്റെ ഇടപെടലിൽ അവസാനിച്ചു. 20 ലക്ഷം രൂപ മുടക്കി 1100 സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് അങ്കണവാടിക്ക് നിർമ്മിച്ചു നൽകിയത്. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ ചിത്രങ്ങളും അക്ഷരങ്ങളും അക്കങ്ങളും കൊണ്ട് കെട്ടിടം മനോഹരമാക്കുക കൂടി ചെയ്തതോടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ളവർ കൂടി ഇവിടേക്ക് എത്തിത്തുടങ്ങി. അങ്കണവാടി വർക്കർമാരായ ഷീജ ജോജിയും പത്മിനി അശോകനും കുരുന്നുകളുടെ കളിക്കൂട്ടുകാരാകുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പ്രവേശനോത്സവത്തിൽ 13 കുട്ടികളാണ് അങ്കണവാടിയിൽ പുതുതായി എത്തിയത്. നവംബറിലെ അടുത്ത ഘട്ടത്തിൽ 9 കുട്ടികൾ കൂടി പ്രവേശനം കാത്തിരിക്കുന്നുണ്ട്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലേക്ക് പ്രവേശനം നേടിപ്പോകുന്നവരടക്കം 40 കുട്ടികൾക്ക് വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുൻ DDE മെജോ ബ്രൈറ്റ്, ലാസർ മണലിൽ, ഷീജ ജോജി, VS ഷനിൽ, K വിനീത് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വനിതാ ശിശു വികസന വകുപ്പ് ചൊവ്വന്നൂർ അഡീഷണൽ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് കരിയാമ്പ്ര 55 നമ്പർ അങ്കണവാടിയുടെ 27ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക TP രാധ ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രമീള രാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ അംഗൻവാടിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരെ ആദരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, ഡോക്ടർ ഹൻസ ക്ലിമിസ്, ALMS കമ്മിറ്റി അംഗം ലിജു ടീച്ചർ, ICDS സൂപ്പർവൈസർ വിനീത ഉണ്ണികൃഷ്ണൻ, പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആഷിഖ്, അംഗൻവാടി അധ്യാപിക സിജി ബേബി, സാബു ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ കുരുന്നുകൾ അംഗൻവാടികളിലെത്തി. വർണ്ണാഭമായാണ് പ്രവേശനോത്സവങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ അംഗൻവാടികളിലേക്ക് വരവേറ്റത്. പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. വിശദാംശങ്ങളിലേക്ക്. അകലാട് ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഠന കിറ്റുകൾ വിതരണം ചെയ്തു. ഖലീഫ ട്രസ്റ്റിന് സമീപത്തുള്ള 51 നമ്പർ അംഗൻവാടിയിൽ നടന്ന ചടങ്ങ് 19 വാർഡ് മെമ്പർ സുബൈദ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഖലീഫ ട്രസ്റ്റ് കൺവീനർ TK ഉസ്മാൻ അധ്യക്ഷനായി. ട്രസ്റ്റി ഫൈസൽ, രക്ഷാധികാരി PM നൂറുദ്ദീൻ,
അംഗൻവാടി ടീച്ചർ ഷക്കീല എന്നിവർ സംസാരിച്ചു. കുട, നോട്ട്ബുക്ക്, പെൻസിൽ എന്നിവ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത്. പുന്നിയൂർക്കുളം പഞ്ചായത്തിലെ കുമാരൻപടി 7-ാം നമ്പർ അംഗൻവാടി പ്രവേശനോത്സവം വാർഡ് മെമ്പർ ബുഷറ നൌഷാദ ഉദ്ഘാടനം ചെയ്തു. വർക്കർ ഗീത അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ CPM കുമാരൻപടി സെക്രട്ടറി ഷിനോദ്, SDPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ജബ്ബാർ, അസി, OV നൌഷാദ്, ബാദുഷ എന്നിവർ സംസാരിച്ചു. സ്മിത സ്വാഗതവും സലീം പുൽപ്പറയിൽ നന്ദിയും പറഞ്ഞു. കുട്ടികൾക്ക് കുടയും മറ്റു സമ്മാനങ്ങളും നൽകി. നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ ക്യാമ്പയിൻ്റെ ഭാഗമായി SFI ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാക്കശ്ശേരി ഗവൺമെൻറ് LP സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ SFI ജില്ലാ പ്രസിഡന്റ് R ജിഷ്ണു ഉദ്ഘാടനം നിർവഹിച്ചു. ചിറ്റാട്ടുകര ലോക്കൽ പ്രസിഡന്റ് PG സൂരജ് അധ്യക്ഷനായി. CPM ലോക്കൽ സെക്രട്ടറി PG സുബിദാസ്, പ്രധാനാധ്യാപകൻ K സജീന്ദ്രമോഹൻ, SFI നേതാക്കളായ K അതുൽകൃഷ്ണ, AS അതുല്യ, K അരുന്ധതി, PS സൂരജ്, MA അശ്വമി, AJ ജോയൽ, സംജിത് കുമാർ എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് 65-ാം നമ്പർ അംഗൻവാടിയിൽ വാർഡ് മെമ്പർ നിഖിലിന്റെ അധ്യക്ഷതയിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ ഉദ്ഘാടനം ചെയ്തു. ALMSC മെമ്പർമാരായ ഓമന ബാബു, അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. +2-വിൽ ഫുൾ A+ നേടിയ അംഗൻവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന PS ശ്യാമയെ ചടങ്ങിൽ അനുമോദിച്ചു. അംഗൻവാടി അധ്യാപിക സുജ സ്വാഗതവും ALMSC മെമ്പർ CM സോമൻ നന്ദിയും പറഞ്ഞു. കടവലൂർ പഞ്ചായത്ത് 20-ാം നമ്പർ അംഗൻവാടി പാതാക്കരയിൽ കടവലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അംഗൻവാടി അധ്യാപിക, ഹെൽപ്പർ, ആശാവർക്കർ, അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് നക്ഷത്ര കൂടാരം ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രവേശനോത്സവം നടന്നു. ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ നടന്ന പ്രവേശനോത്സവം കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, ഷീബ ചന്ദ്രൻ, ശരത് രാമനുണ്ണി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K മനോജ്, BRCയിലെ അധ്യാപിക ശാലി, PTA വൈസ് പ്രസിഡന്റ് റൂഷ്നി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കുട്ടികൾക്ക് സ്നേഹോപഹാരവും ബലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റി ചാവക്കാട് താലൂക്ക് നിയമസേവന കമ്മിറ്റിക്ക് വേണ്ടി ചൊവ്വന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ അധ്യാപിക സോഫിയ ടീച്ചർ ഭിന്നശേഷി കുട്ടികളുടെ നിയമ അവകാശങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു. CCTV ന്യൂസ് കേച്ചേരി. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിന വാരാചരണം സംഘടിപ്പിച്ചു. ചൂണ്ടലിലുള്ള എക്സൈസ് കുന്നംകുളം റേഞ്ച് ഓഫീസിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി വാരാചരണം എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷർ കൈമാറി. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു ഓഫീസിലെ സ്റ്റാഫുകൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, രാജു NR, AC ജോസഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലത്തീഫ്, ഗണേശൻ പിള്ള തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കിയ ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്ലാവിൻ തൈകൾ നട്ടു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി MD ജോസ് പദ്ധതി വിശദീകരണം നടത്തി. ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സണ്ണി വടക്കൻ, ഷൈനി ഫ്രാൻസിസ്, ലിജി ലോറൻസ്, സജീഷ് വിജയൻ, രവി വട്ടംപറമ്പിൽ, സ്റ്റാഫ് പ്രതിനിധികൾ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി SKSBV പെരുമ്പിലാവ് റേഞ്ച് തല പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കടവലൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ SKSBV പെരുമ്പിലാവ് റേഞ്ച് ചെയർമാൻ സയ്യിദ് ത്വാഹിർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കർഷകോത്തമ അവാർഡ് ജേതാവ് മാനം കണ്ടത്ത മുഹമ്മദ് ഹാജി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ജംഇയ്യത്തുൽ മുഅല്ലിം ജില്ലാ വൈസ് പ്രസിഡന്റ് KK സുലൈമാൻ ദാരിമി, പെരുമ്പിലാവ് റേഞ്ച് സെക്രട്ടറി റഫീഖ് ഫൈസി, അബ്ദുസമദ് ലത്തീഫി, റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറി ഹസൻകുട്ടി, കടവല്ലൂർ മഹല്ല് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നേർക്കുളം GM LP സ്കൂളിൽ രക്ഷാകർതൃ വിദ്യാഭ്യാസ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ പരിശീലകനും എഴുത്തുകാരനുമായ റംഷാദ് സൈബർ മീഡിയ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ അവകാശം, പോക്സോ, സൈബർ നിയമങ്ങളെക്കുറിച്ച് K പ്രജീഷയും സാമൂഹിക രക്ഷാകർതൃത്വം, സ്നേഹവീട് എന്നിവയെക്കുറിച്ച് S ടോമി തലക്കോട്ടൂരും സംസാരിച്ചു. പ്രധാന അധ്യാപിക VA ഫസൽ ആമുഖ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് K തസ്നി, വൈസ് പ്രസിഡന്റ് KT കമറു തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വൻ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ BJP പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. ജില്ലാ അതിർത്തിയായ മാവിൻചുവട്ടിൽ നിന്നാണ് വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി പ്രകടനം ആരംഭിച്ചത്. വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ച് നടത്തിയ പ്രകടനത്തിൽ സ്ത്രീകൾ അടക്കം നിരവധി പേർ പങ്കെടുത്തു. ആൽത്തറ സെന്ററിൽ സമാപിച്ചു. BJP പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ലക്ഷ്മണൻ, ജനറൽ സെക്രട്ടറി ബാബു ഗുരുവായൂർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോകുൽ അശോകൻ, മണ്ഡലം പ്രസിഡന്റ് കിരൺ ബാലചന്ദ്രൻ, KC രാജു, ഷീന സുരേഷ്, ശാന്തി സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു. പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്പോർട്സ് സെഞ്ചുറി പഠന ക്യാമ്പ് നടത്തി. എടപ്പാൾ നിരാമയ ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരാമയ ഡയറക്ടർ ഡോക്ടർ ഹനീൻ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഹറൂൺ റഷീദ് ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ക്ലബ്ബ് അംഗങ്ങളും പങ്കെടുത്തു. പെരുമ്പിലാവ് TMVH സ്കൂളിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ വാട്ടർ പ്യൂരിഫയർ പ്ലാന്റ് നിർമ്മിച്ചു നൽകി. സ്കൂളിലെ 1980-81 SSLC ബാച്ച് ഓർമ്മച്ചെപ്പ് എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് വാട്ടർ പ്യൂരിഫയർ പ്ലാന്റ് നിർമ്മിച്ചു നൽകിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ TA ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകനായ രാജു മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വിച്ച് ഓൺ കർമ്മം PTA പ്രസിഡന്റ് അബു പുത്തൻകുളം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഹാഷിം, ഷീബ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6750 രൂപ, പവന് 54,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം മരത്തങ്കോട് കിടങ്ങൂർ ആണ്ടിയത്ത് കൃഷ്ണൻ മകൻ കുമാരൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തെ പുണ്യതീരത്ത് നടന്നു. ശ്രീമതി ഭാര്യയാണ്. സ്മിത, സുമൻ എന്നിവർ മക്കളാണ്. പാഴിയോട്ടുമുറി വെളുത്തടത്ത് പരേതനായ ഗുരുസ്വാമി ഗോപാലൻ നായർ ഭാര്യ കല്യാണിയമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തെ പുണ്യതീരത്ത് നടന്നു. ഗിരിജ, സരസ്വതി, കാർത്തിയായിനി, മാലതി, മണികണ്ഠൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം പുലിക്കോട്ടിൽ പരേതനായ ജോബ് മകൻ ജോസ് പി ജോബ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. ആനി ജോബ് മാതാവും ഡെയ്സി ഭാര്യയുമാണ്. സിജിൻ, ലിജിൻ എന്നിവർ മക്കളാണ്. ഞാലിക്കര ചാക്കുണ്ണി തോമസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. നിയന്ത്രണം വിട്ട ബൈക്ക് ബസിനടിയിലേക്ക് തെന്നിവീണ യുവാവിന് ദാരുണാന്ത്യം. പൂവത്തൂർ രായമരക്കാർ വീട്ടിൽ അബ്ദുമോന്റെ മകൻ മുഹമ്മദ് സഫറാണ് മരിച്ചത്. അപകട കാരണം അമിത വേഗത. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് സംബന്ധിച്ച് ഗുരുവായൂർ MLAയുടെ അധ്യക്ഷതയിൽ PWD റസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു. പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ ജില്ലാ കളക്ടറോട് തുടർ നടപടികൾ സ്വീകരിക്കാൻ MLAയുടെ നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ സന്ദേശം നൽകി ജനങ്ങൾക്കിടയിൽ ആശങ്ക പരത്തിയ 5 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.